ഇത് വലിയൊരു ഇൽമിന്റെ ശാഖയാണ്. ഇത് ആലിമീങ്ങൾക്ക്, മുത്തഖീങ്ങളായ സാധാരണക്കാർക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കിട്ടാവുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ കിട്ടാതെ പോകരുത്. ദീൻ എന്ന് പറയുന്നത് വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല. അള്ളാഹുവിന്റെ വഴിയിൽ പടച്ചതമ്പുരാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തരമായ ചില അത്ഭുത സിദ്ധികളുണ്ട്. അതിൽപ്പെട്ടതാണ് ഖിയാഫത്ത്, അതിൽപ്പെട്ടതാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ അന ലം അഅലം മാ ലം അറഹ് ഫലാ അലിംതു മാ റഅയ്ത്. ഇദാ ലം അഅലം മാ ലം അറഹ്, ഞാൻ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവ് കിട്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടത് എനിക്കറിയാതെ പോകും. കണ്ടത് എനിക്കറിയാൻ കഴിയില്ല, കാണാത്തത് എനിക്കറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ കാണാത്ത വിഷയങ്ങളെ എനിക്കറിയാൻ കഴിയണം. അപ്പോഴേ കണ്ടത് കൊണ്ട് അറിഞ്ഞതിന് കാര്യമുള്ളൂ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെ സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാമിന്റെ കൂടെ അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ചത് ഈ ഇൽമ മനസ്സിലാക്കാനാണ്, ഫിറാസത്തിന്റെ ഇൽമ. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ. ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് ആ കുട്ടി വലുതായി വന്ന് പ്രായപൂർത്തിയെത്തി മുതിർന്ന ഒരു മനുഷ്യനായി, ഒരു പുരുഷനായി മാറുമ്പോൾ ഈ കുട്ടി ദൈവനിഷേധത്തിലേക്കും അല്ലാഹു ഇല്ല എന്ന ആശയത്തിലേക്കും വഴിമാറി പോവുകയും തൻ്റെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായിരിക്കെ അവരെ പോലും അള്ളാഹുവിൻ്റെ വിശ്വാസമില്ലായ്മയിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, കുഫറിലേക്ക് ഈ കുട്ടി കൊണ്ടുപോകുമോ എന്നെനിക്ക് ഭയം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ കൊന്നുകളയുന്നത് എന്ന് മഹാനായ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം. അതൊരു ഇൽമാണ്, അത് നബിയാണ്. ആ നബിയുടെ വിഷയത്തിൽ ചില ഇളവുകളുണ്ട്. നമുക്ക് ഇങ്ങനെ ഫിറാസത്തിന്റെ ഇൽമ കൊണ്ട് തോന്നി പറഞ്ഞ ആളെ കൊല്ലാനൊന്നും പറ്റില്ലേ. അതിന് തിരിച്ച് കോടതി ശിക്ഷിക്കും, ഇസ്ലാമിക കോടതിയും ശിക്ഷിക്കും. അത് വേറെ വിഷയമാണ്, ദംബിയാന്റെ വിഷയമാണ്. സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം മൂസ നബിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇൽമും കാഴ്ചകൾക്കപ്പുറമുള്ള ഇൽമാണ്. ഇദാ ലം അഅലം മാ ലം അറ ഫലാ അലിംതു മാ റഅയ്തു എന്ന് പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. കാണാത്ത ലോകങ്ങളെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ കണ്ടതിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് ഇല്ല എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുകല്ലമീൻ വഇന്ന ഉമറ മിൻഹും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബനി മുദ്ലിജ് ഗോത്രക്കാർ ഖിയാഫത്തിന്റെ ആളുകളാണ്. ഖിയാഫ എന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കന്റെ മുഖത്ത് നോക്കി അവന്റെ വാപ്പ ആരാണ് എന്ന് പറയുന്നൊരു ശാസ്ത്രം. അങ്ങനുണ്ട്, ഒരു പരിചയം വേണ്ട. ഈ മകനെയോ വാപ്പയെ അറിയാം, തറവാടറിയാം, ഈ കുട്ടിയെ അറിയില്ല. കുട്ടിയുടെ മുഖത്ത് നോക്കി ഈ കുട്ടിയുടെ വാപ്പ ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഖിയാഫ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. നബി തങ്ങളുടെ മകൻ മുതബന്ന, തങ്ങളുടെ അഡോപ്റ്റഡ് സൺ എന്നിവരെ മക്കക്കാര് വിളിച്ചിരുന്ന സ്വഹാബി ആരാണത്? സയ്യിദ് ബിനു ഹാരിഥ റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിൻ സാബിത്ത് എന്നവരുണ്ട്, സയ്യിദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു, മുഅ്തയിലെ ഷഹീദായ സ്വഹാബി. സയ്യിദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹു അബിയദു മിഥല സൂഫ്, പരുത്തി പോലെ വെളുത്തവരായിരുന്നു എന്നാ പറയാ. നല്ല വെളുത്ത മനുഷ്യനാണ്. മഹാന്റെ ഒരു മകനുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ ഹിബ്ബ്, പുണ്യ നബി തങ്ങളുടെ മഹ്ബൂബായ സ്വഹാബി ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. കാന അസ്വദ കൽ ഫഹം, കരിക്കട്ട പോലെ കറുത്ത നിറായിരുന്നു. ആർക്ക്? ഉസാമ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയ, തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരുടെ മോനാ? തങ്ങളുടെ മോനെന്ന് ജനങ്ങൾ വിളിക്കുമായിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാ. വാപ്പ നല്ല വെളുത്തിട്ടും മകൻ നന്നായി കറുത്തിട്ടും. ഇപ്പൊ മുനാഫിക്കുകളിൽ ചില ആളുകൾ മദീനയിൽ ഒരു ന്യൂസ് പരത്തി, സയ്യിദിന്റെ മോൻ തന്നെയാണോ ഉസാമ? ഇങ്ങനെ വെളുവെളുത്ത വാപ്പാക്ക് എങ്ങനെ കറുകറുത്ത മോനുണ്ടായത് എന്ന് അവിടെ ഒരു സംസാരമുണ്ടായി.
ആ സംസാരം ഹബീബിന് വേദനിച്ചു സ്വല്ലല്ലാഹു. തങ്ങൾക്കറിയാം ഇത് സെയ്ദ് തങ്ങളുടെ മോൻ തന്നെയാണെന്ന്. സെയ്ദ് തങ്ങൾ ഒരിക്കൽ വന്ന് പറഞ്ഞു, പൊന്നാര നബിയെ, എൻ്റെ കറുത്ത മോനെ കാണുമ്പോ ആളുകൾ എന്നോട് പലതും ചോദിക്കുന്നുണ്ട് നബിയെ, എനിക്ക് മറുപടി കൊടുക്കാൻ അറിയുന്നില്ല. എൻ്റെ ഭാര്യ വഞ്ചിച്ചവളല്ല, പക്ഷേ എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോ പുണ്യ നബി തങ്ങൾ ചോദിച്ചു, അല്ല സെയ്ദേ, നല്ല വെളുവെളുത്ത കുതിരകൾക്കിടയിൽ കറുത്ത നിറമുള്ള കുതിരകൾ വരാറില്ലേ? ആ ഉണ്ട്. അതെങ്ങനെയാ? വംശപരമ്പരയിലെ ഏതെങ്കിലും ഒരാളിന്റെ ജീനിലേക്ക് പോയതായിരിക്കും അത്. അങ്ങനെ പറയില്ലേ? കറുകറുത്ത ആളുകളാണ് കുടുംബത്തിൽ മുഴുവൻ. അതിൽ വെളുത്ത കുട്ടിയുണ്ട്. അപ്പൊ എന്തേ? വല്യമ്മാന്റെ വാപ്പ വെളുത്തിട്ടായിരുന്നു, അപ്പൊ അങ്ങോട്ട് പോയതാണ്. അല്ല, അമ്മോൻ അങ്ങനെയായിരുന്നു, അങ്ങോട്ട് പോയതാണ്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് പോകാറില്ലയോ സെയ്ദേ? അതുപോലെ നിങ്ങളുടെ മകന് സംഭവിച്ചതാണ്. ഇത് നിങ്ങളുടെ മോൻ തന്നെയാണ്. ആര് പറഞ്ഞു? നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ മുനാഫിക്കുകൾക്ക് അതൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ല. മദീന പള്ളിയിൽ വാപ്പയും മോനും കിടക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീഥാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വാപ്പയും മോനും പുതച്ചു കിടക്കുക പള്ളിന്റെ ഉള്ളിൽ. അന്നൊക്കെ പള്ളിയിൽ കിടക്കാറുണ്ട് കേട്ടോ. നമ്മൾ പള്ളി ഇപ്പോൾ എഴുതി വെക്കും ഇവിടെ കിടക്കരുത് എന്ന്. അത് ഇടങ്ങേറാക്കിയിട്ട് എഴുതി വെക്കണതാ. കിടക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 30 കൊല്ലം പള്ളിയിൽ ഉറങ്ങിയ ആളാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ വർഷങ്ങളോളം പള്ളിയിലായിരുന്നു ഉറക്കാന്നാണ്. കുഴപ്പമില്ല. ഓക്കെ. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു മുസാമതങ്ങളും വാപ്പയും മോനും ഒരുമിച്ച് ഇങ്ങനെ പള്ളിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു പുതപ്പിട്ട് കിടക്കുകയാണ്. രണ്ടുപേരുടെയും കാലിന്റെ അടിഭാഗം മാത്രം പുറത്തുണ്ട്, അത് പുതച്ചിട്ടില്ല, തല പുതച്ച് കിടക്കുക. അപ്പോഴാണ് ഈ പറഞ്ഞ ബനി മുദലിജ് ഗോത്രത്തിലെ മുജസ്സസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ ഖിയാഫത്തിന്റെ ആളാണ്. മുഖം നോക്കിയിട്ട് ലക്ഷണം പറയും, ഇതാരും മോനാണ്, ഏത് തറവാട്ടിലാണെന്ന്. അദ്ദേഹം പള്ളിയിലേക്ക് കയറി വന്നു. ഈ സംഭവം കണ്ട് നബി തങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടായിന്ന. തങ്ങൾ വല്ലാണ്ട് സന്തോഷിച്ചു. ആയിഷ ബീബിയോട് പറഞ്ഞു, ആയിഷ നീ അറിഞ്ഞോ? എന്ത് നബി? എന്ത്? മുജസ്സസ് വന്നിട്ടേ ഉസാമയുടെയും വാപ്പയുടെയും വിഷയത്തിൽ തീർപ്പ് പറഞ്ഞു ആയിഷ. അയാൾ ഉസാമ തങ്ങളെ കണ്ടിട്ടില്ല, വാപ്പ സെയ്ദ് തങ്ങളെയും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വാപ്പയും മോനും ഇങ്ങനെ കടന്നുറങ്ങാണ്. അങ്ങനെ മുജസ്സസുൽ മുദലജി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നിട്ട് വാപ്പയുടെയും മോന്റെയും കാലിന്റെ അടിഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. ഒന്ന് വെളുത്ത കാലാണ്, ഒന്ന് കറുത്ത കാലാണ്. എന്നിട്ട് മഹാനവറുകൾ ആ കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ അഖ്ദാം ബഅദുഹാ മിൻ ബഅദിൻ. ഈ രണ്ട് കാലുകളും വാപ്പയുടെയും മോന്റേതും തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് പോലെ ഇയാൾക്കറിയില്ലായിരുന്നു. അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ അഖ്ദാം ബഅദുഹാ മിൻ ബഅദിൻ. ഈ കാലുകൾ പരസ്പരം ബന്ധമുള്ളതാണല്ലോ. ഇത് ചിലതിൽ നിന്ന് ചിലതാണ് എന്ന് പറഞ്ഞാൽ ഇത് വാപ്പയുടേതാണ്, മകൻ വാപ്പയുടേത് തന്നെ, വാപ്പയാണിത്, മകനാണിത് എന്ന ആശയത്തിൽ മുജസ്സസുൽ മുദലജി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് പള്ളിയിൽ വെച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റു. തങ്ങളോട് ഓടിച്ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുനാഫിക്കുകൾ ഏതൊരു വിഷയം വെച്ചാണോ അങ്ങയെ കളിയാക്കിയിരുന്നത്, അതിനിതാ മറുപടി പറഞ്ഞിരിക്കുന്നു മുജസ്സസ്. ബനി മുദലജ് ഗോത്രക്കാരൻ അറിയപ്പെട്ട ആളുകളാണ്. അതിലെ വലിയ പ്രമാണിയാണ് മുജസ്സസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ സംഭവം പറഞ്ഞതിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനായിരുന്ന വഹ്ശി റളിയല്ലാഹു അൻഹു, ഹംസ തങ്ങളെ വധിക്കാൻ അദ്ദേഹം പാടുപെട്ടു. സ്വാതന്ത്ര്യം മോഹിച്ചുകൊണ്ട് ചാട്ടുളി കൊണ്ട് എറിഞ്ഞുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദാകുന്ന ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം. വഹ്ശി തങ്ങള്, അദ്ദേഹത്തിന് ഹംസ തങ്ങളോട് വ്യക്തിപരമായ ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദ് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞു. ഹിന്ദ് റളിയല്ലാഹു അൻഹ, നമുക്ക് റളിയല്ലാഹു അൻഹ എന്ന് പറയണം, അവർ സുഹാബിയത്താണ്. ആ വാഗ്ദത്തം ചെയ്തപ്പോ വഹ്ശി എന്നവർ ഹംസ തങ്ങളെ വധിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഈ വഹ്ശി എന്നവരെ വലിയ ഫിറാസത്തുള്ള മഹാനായി മാറുകയുണ്ടായി. 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷം തന്റെ ഒരു കൂട്ടുകാരനെയല്ല, 40 കൊല്ലം മുമ്പ് കയ്യിലെടുത്ത് നടന്നിരുന്ന ഒരു പിഞ്ചു പൈതൽ, ആ പൈതലിന് ഇപ്പൊ 40 വയസ്സായിട്ടുണ്ട്. ആ മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ കൂടെ വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ചോദിച്ചു, എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. എന്നെ അറിയോ?
ഈ ചോദിക്കുന്ന ആൾക്ക് വഹ്ശി നേരിട്ട് അറിയൂല. പക്ഷെ ആരോ പറഞ്ഞു കൊടുത്തു, നിന്റെ ചെറുപ്പത്തിൽ നിന്നൊക്കെ എടുത്തു നടന്നിരുന്ന ആളായിരുന്നു എന്ന് ഈ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടാകണം. വഹ്ശി ആ മനുഷ്യനെ എങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ലാ ഇല്ല അൻ തകൂന ഇബ്ന ഫുലാന, നീ ശരിക്കങ്ങ് മനസ്സിലായിട്ടൊന്നുമില്ല, നീ ഇന്നാലിന്റെ പെണ്ണിന്റെ മോനല്ലേ. ഫഖദ് ഹമൽതുക വഅൻത റദീഅ, നീ ഉമ്മയുടെ പാല് കുടിക്കുന്ന കാലം ഞാൻ നിന്നെ കയ്യിലേറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ മോനല്ലേ നീ എന്ന് ചോദിച്ചുകൊണ്ട് വഹ്ശി തങ്ങൾ ആ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. 40 കൊല്ലം മുമ്പ് കുഞ്ഞായിരുന്ന ഒരു കുഞ്ഞിനെ 40 കൊല്ലം കഴിഞ്ഞ് മനുഷ്യനായി ഒരു വലിയ പുരുഷനായി വന്ന് തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ നോട്ടം കൊണ്ട് തിരിച്ചറിഞ്ഞ ആളാണ് വഹ്ശി റളിയല്ലാഹു അൻഹു. ഇതും ഒരു ഫിറാസത്താണ്, ഇതൊരു ഇൽമാണ്. ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ ഫിറാസത്തുൻ അദീമ എന്നൊക്കെ പറയാം. സുലൈമാൻ അലൈഹിസ്സലാം വിധി പറയുമ്പോ ദാവൂദ് അലൈഹിസ്സലാമിന്റെയും സുലൈമാൻ അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞെടുത്ത് അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഹിക്മത്ത് നൽകി ആദരിച്ചു എന്ന് പറയുന്നുണ്ട്. ചില സാഹചര്യ തെളിവുകൾ വെച്ച് സത്യം ബോധ്യപ്പെടുന്നതും ഫിറാസത്തിന്റെ ഭാഗമാണ്. സാഹചര്യ തെളിവുകൾ, 2 പെണ്ണുങ്ങളെ ഒരാൺകുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ദാവൂദ് നബിയുടെ മുമ്പിൽ വന്നതാണ് ചരിത്രം. 2 പേരും മരുഭൂമിയിലൂടെ നടക്കുമ്പോ 2 പേരുടെയും കയ്യിൽ ഓരോ കുട്ടിയുണ്ട്. ഒന്ന് പെൺകുട്ടിയാണ്, ഒന്ന് ആൺകുട്ടിയാണ്. അവര് ദാവൂദ് നബിയുടെ മുമ്പിലേക്ക് ജെറൂസലേമിലേക്ക് ഫലസ്തീനിലേക്ക് വരുമ്പോ അവരുടെ കയ്യിലെ ഒരു കുഞ്ഞിനെ ഒരു ചെന്നായ കടിച്ചു കൊണ്ടുപോയി. അത് പെൺകുട്ടിയായിരുന്നു. ബാക്കിയായ ആൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ ഉമ്മ തന്റേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ മുതിർന്നവരാരാണ്, നിങ്ങളിൽ മുതിർന്ന ആൾ ആരാണെന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ സാധാരണ ഉത്തരം കൊടുക്കാത്തൊരു സംഗതിയാണത്. നിങ്ങൾക്ക് ആരാ വയസ്സ് കൂടുതലുള്ളതെന്ന് ചോദിച്ചപ്പോൾ ബസ് കണ്ടക്ടർ കഥ പറയാറുണ്ടല്ലോ, അങ്ങനെ സീറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് 2 പെണ്ണുങ്ങള് ഒരു സീറ്റിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോഴേ ആരോ എണീറ്റപ്പോൾ ഞാൻ ഇവിടെ കാത്തുകയായിരുന്നു. അപ്പൊ ഞാനും കാത്തുകയായിരുന്നു ഈ സീറ്റിന്റെ കമ്പിമ പിടിച്ചിട്ട്. എൻ്റെ സീറ്റാണെന്ന് പറഞ്ഞ് 2 പെണ്ണുങ്ങൾ തർക്കിച്ചപ്പോ കണ്ടക്ടർ പറഞ്ഞോലോ, നിങ്ങൾ ആരാ മൂത്ത വെച്ച പോലെ ഇരുന്നോളി. പിന്നെ ആ സീറ്റിൽ ആരും ഇരുന്നിട്ടില്ല എന്നാ, കൊണ്ടോട്ട് എത്തണവരെ കാലിയിട്ടാ പോയത്. മുതിർന്നവരാരാണെന്ന് പറയുമ്പോൾ വയസ്സായി. പെണ്ണുങ്ങൾക്ക് സാധാരണ 10 കൊല്ലം കൂടുമ്പോൾ ഒരു വയസ്സ് കൂടാറുള്ളൂ നാട്ടിലൊക്കെ. അന്നും 25ആണ്, ഇപ്പോഴും 25ആണ്, കൊല്ലം 10 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ടാവും. ദാവൂദ് നബി ചോദിച്ചു, നിങ്ങൾ ആരാ മൂത്തത്? ഒരു പെണ്ണ് പറഞ്ഞു, ഞാനാണ്. എന്നാ നിന്റേതാണ് കുട്ടി, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ പിടിച്ച് ഇറങ്ങി വരുമ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചു, മൽ ഖിസ്സ, എന്താ നിങ്ങളുടെ പ്രശ്നം? പറഞ്ഞു, ഞങ്ങളുടെ കുട്ടി, ഒരു കുട്ടിയെ ചെന്നായ കൊണ്ടുപോയി, ഇത് എന്റെ കുട്ടിയാണെന്ന് ഞാൻ പറയുന്നു, അവള് പറയുന്നു അവളുടെ കുട്ടിയാണ്. നിങ്ങളുടെ ഉപ്പയായ ദാവൂദ് നബി വിധി പറഞ്ഞു, മുതിർന്ന പെണ്ണാരോ അവരെടുക്കട്ടെ ആ കുഞ്ഞിനെ എന്ന് പറഞ്ഞു. ചെറിയ റദീആയ കുഞ്ഞ്, അമ്പലോടിക്കുന്ന ചെറിയ കുഞ്ഞാണ്. സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, അവിടെ നിൽക്കി, ഞാനൊരു കത്തി കൊണ്ടുവരട്ടെ. 2 പേർക്കും വേണമെന്നല്ലേ പറയുന്നത്. ഈ കുഞ്ഞിനെ ഞാൻ കത്തി കൊണ്ട് മുറിച്ച് പകുതിയാക്കി തരാം. ഒരാൾ ഒരു പകുതി കൊണ്ടുപോയിക്കോ, മറ്റാൾ പകുതി കൊണ്ടുപോയിക്കോ. ഇതങ്ങ് പറഞ്ഞപ്പോ അൽ വലദു വലദുഹാ, ഈ കുഞ്ഞ് അവളുടെ കുഞ്ഞാണ്, യർഹമുക്കല്ലാ, ഈ കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് അവരിൽ ചെറിയവൾ പറഞ്ഞു. സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഈ കുഞ്ഞ് മോളെ നിന്റെ കുഞ്ഞാണ്, നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. കാരണം യഥാർത്ഥ ഉമ്മയ്ക്ക് അവിടെ വേദന വരുള്ളൂ. ഉടനെ പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലല്ലേ, ഇത് അവളുടെ കുഞ്ഞാ, എനിക്ക് വേണ്ട, അവളെടുത്തോട്ടെ, എന്നാലും എന്റെ കുഞ്ഞ് മരിക്കരുത് എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം ഹിക്മത്ത് കൊണ്ടും സാഹചര്യ തെളിവ് കൊണ്ടും ആ കുഞ്ഞിനെ ഇളയവളായ പെണ്ണിന് കൊടുത്തു എന്നത് ഖുർആനിക ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇത് തത്വജ്ഞാനമാണ്. ഇത് ഖരീനത്ത് കൊണ്ട് മനസ്സിലാക്കലാണ്. ഇത് സങ്കീർണമായ വിഷയങ്ങളെ ഗൗരവത്തോടുകൂടെ വീക്ഷിച്ചുകൊണ്ട് വിധി പറയലാണ്. നാട്ടിലൊക്കെ വിധി പറയുന്ന ആളുകൾ കാണും. മസ്അലകൾ, പിന്നെ ഡിസ്പ്യൂട്ടുകളൊക്കെ സെറ്റിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. തർക്കങ്ങൾ പരിഹരിക്കുന്നവർ, പഞ്ചായത്ത് പറയുന്നവർ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ശരീഅത്തിൽ മനസ്സിലാക്കാൻ. സാഹചര്യ തെളിവുകൾ കൊണ്ട് സത്യമേതാണ്, തെറ്റെവിടെയാണ്, നീതി എവിടെയാണ്, അനീതി എവിടെയാണ്, ന്യായമേതാണ്, അന്യായമേതാണ്
എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ബുദ്ധികൂർമ്മത അതിലിടപെടുന്ന ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും ഉണ്ടാകണം എന്ന് മഹാന്മാർ പഠിപ്പിക്കാറുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. സയ്യിദുനാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ